നമസ്കാരം. ഇന്ന് നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. വർദ്ധിച്ചു വരുന്ന ക്രൈംസ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കൺസേൺ ആണ്. ആളുകൾ അതിനെക്കുറിച്ച് വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഞാൻ ഏറെ ആശ്ചര്യത്തോടെ ശ്രദ്ധിച്ച ഒരു പ്രതികരണം നമ്മുടെ ഒരു മന്ത്രിയുടേതാണ്. അദ്ദേഹം പറയുന്നത് വർദ്ധിച്ചു വരുന്ന ക്രൈംസിൻ്റെ മുഖ്യ കാരണം സിനിമയുടെ വയലൻസ് ആണെന്നാണ്. അങ്ങനത്തെ ഒരു സിനിമ നമുക്ക് പിടിക്കണ്ട എന്ന് തന്നെ. വയലൻസ് ഉള്ളൊരു സിനിമയാണ് ഓടുന്നതെങ്കിൽ കൂടി, അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുന്നു എങ്കിൽ കൂടി അങ്ങനെ ഒരു സിനിമ നമുക്ക് വേണ്ടെന്ന് വെച്ചേ പറ്റൂ. ഒരു രാഷ്ട്രത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതാ നാട്ടിലെ ഒരു ചെറിയ ഒരു സെഗ്മെൻ്റായ സിനിമയല്ല കാരണം. പല സംഭവങ്ങളെയും ആധാരമാക്കിയാണ് സിനിമ പിടിക്കുന്നത്. പല സംഭവങ്ങളെയും ആധാരമാക്കിയാണ്, നടന്ന സംഭവങ്ങളെ ആക്കിക്കൊണ്ടൊക്കെയാണ് സിനിമ പിടിക്കുന്നത്. അപ്പോൾ സിനിമ മാത്രമാണ് വയലൻസിനെ. സിനിമ ഒരുപക്ഷെ സ്വാധീനിക്കും, സ്വാഭാവികമാണ്. ഒരു പക്ഷേ അല്ല, സിനിമ മനുഷ്യരെയൊക്കെ സ്വാധീനിക്കാറുണ്ട്. അത് ജനങ്ങളുടെ മുന്നിലെത്തുന്നതിനൊക്കെ മുന്നേയൊക്കെ സെൻസർ ബോർഡൊക്കെ കണ്ടിട്ട് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ സിനിമ മാത്രമാണ് ക്രൈം ഉണ്ടാവുന്നതിൻ്റെ കാരണമെന്ന് മന്ത്രി പറയുന്നത് മന്ത്രി കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ടാവാം, സാമ്പത്തികപരമായ കാരണങ്ങളുണ്ടാവാം, സാമൂഹികപരമായ കാരണങ്ങളുണ്ടാവാം. അതിലപ്പുറം ജുഡീഷ്യറി ദുർബലമാവുമ്പോഴും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കും. ഇന്ന് വിദ്യാർത്ഥികൾ ചെയ്ത കുറ്റകൃത്യത്തിന് തന്നെ അവർ പറയുന്നുണ്ട് അതൊന്നും പിടിക്കില്ല, എളുപ്പം കുഞ്ഞുങ്ങളിൽ അത് ആഴത്തിൽ പതിയുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ പെട്ടെന്ന് തല ഊരിപ്പോന്ന് വിലസുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു, അവർ അത് കാണുന്നു. അതൊരു നല്ല സന്ദേശമല്ല. അപ്പോൾ ഇത്തരം കാരണങ്ങളെല്ലാം തന്നെ വളരെ സൗകര്യപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് മന്ത്രി സിനിമയിൽ മാത്രം കുറ്റം പറയുന്നത്, എല്ലാ കുറ്റവും സിനിമയ്ക്ക് മാത്രം കൊടുത്തുകൊണ്ട് മന്ത്രി ഇറക്കിയ പ്രസ്താവന ഈ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. മന്ത്രി അടങ്ങുന്ന ഭരണ സംവിധാനത്തിൻ്റെ കുറ്റമല്ല എന്ന് മന്ത്രി അങ്ങ് വരുത്തി തീർക്കുകയാണ്. പക്ഷെ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം എന്താണ് ശരിയെന്നും എന്താണ് തെറ്റ് എന്നുള്ളതും. കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിന് എതിരെ വലിയൊരു ക്യാമ്പയിൻ തന്നെ നടത്താനാണ് മന്ത്രി ആഹ്വാനം ചെയ്യുന്നത്, ചാനലുകാർ ആഹ്വാനം ചെയ്യുന്നത്. ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വരുന്ന വഴി ഈ ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിക്കാതെ തന്നെ മാധ്യമങ്ങൾക്ക് നടത്താം, ആർജവമുണ്ടെങ്കിൽ. നടക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ മിണ്ടാതിരിക്കുന്നത്. മന്ത്രിക്കും അത് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് മന്ത്രി ആ ഭാഗത്തേക്ക് മിണ്ടാതിരിക്കുന്നത്. ലഹരി വരുന്ന വഴി അടച്ചാൽ മതി, അതിനാരും മെനക്കെടുന്നില്ല. രക്ഷിതാക്കളെ സംഘടിപ്പിക്കണം, അവർക്ക് അവയർനെസ് കൊടുക്കണം, അവർക്ക് ചൈൽഡ് റെയറിങ്ങിന് എങ്ങനെയാണെന്നുള്ളതിന് അവയർനെസ് കൊടുക്കണം. അത് വേണ്ടതാണ്. അത് ഒരു ലഹരിയുടെ വിഷയത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ എങ്ങനെയാണ്
നല്ല മനുഷ്യനാക്കി മക്കളെ വളർത്തുക എന്നുള്ളതിനെ ഒരു ഒരു അവബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് സിംഗിൾ പാരൻസൊക്കെ മക്കളെ വളർത്തുമ്പോൾ അച്ഛനിൽ നിന്ന് കിട്ടേണ്ടതായ ചില ഗുണങ്ങളുണ്ട്, ആത്മവിശ്വാസം, അതൊന്നും കിട്ടാതെ വരുമ്പോൾ അവിടെയൊക്കെ ഗവൺമെൻറ് ഏജൻസീസ് ഇടപെടേണ്ടതുണ്ട്. ഈ ഒരു പ്രശ്നം കൺഫ്രണ്ട് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്, അത്തരം കുട്ടികൾക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ ആത്മവിശ്വാസം, സെൽഫ് എസ്റ്റീം ഒക്കെ വളരെ ലോ ആയി പോവും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് വളരെയധികം പ്രക്ഷുബ്ധത നേരിടും. സ്വാഭാവികമായിട്ടും അവർ ലഹരിയിൽ അഭയം പ്രാപിക്കും. ഈ സംഗതി അവരുടെ മുന്നിലിങ്ങനെ കിട്ടുകയാണ്. അപ്പോൾ അവർ ലഭ്യമാണ്, അപ്പോൾ അവരതെടുക്കുന്നു. അല്ലാതെ അവർ വളർത്തിയിട്ടൊന്നല്ല, കൃഷി നടത്തിയിട്ടൊന്നല്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ അമ്മമാർക്ക്, സിംഗിൾ പാരൻസ് ആയിട്ടുള്ള അമ്മമാർക്ക്, അല്ലെങ്കിൽ അച്ഛന്മാർക്കോ അമ്മമാർക്ക്, അവർക്ക് കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ഉള്ള ഒരു കോൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ് വീട്ടിലുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ഗവൺമെൻറ് ഏജൻസീസാണ്. കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മമാർക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ പ്രക്ഷുബ്ധത ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം അവിടെ ഉണ്ടാക്കി കൊടുക്കേണ്ട, അതായത് കുത്തഴിഞ്ഞൊരു ഭരണ സംവിധാനമാണെങ്കിൽ, അല്ലെങ്കിൽ അഴിമതി കൂടിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ആൾക്കാർ ജീവിക്കുന്നതെങ്കിൽ അവിടെ ക്രൈം ഉണ്ടാവും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ, വളരെ ദാരിദ്ര്യമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവിടെ ക്രൈം ഉണ്ടാവും, സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ജുഡീഷ്യറി ദുർബലപ്പെടുമ്പോഴും ക്രൈം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളും ഒന്നും ഉണ്ടാവരുതെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഭരണ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതൊന്നും ചെയ്യാതെ ഈ സിനിമയെ മാത്രം കുറ്റം പറയുക എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്ര വിവരക്കേട് പറയുക എന്ന് പറയുന്നു. ഇവർ പറയുന്നുണ്ട് ഈ ആശാ വർക്കർമാരുടെ ശമ്പളം എങ്ങനെയാണ് കൂട്ടിക്കൊടുക്കുന്നത്? അവർ ഒരു പൊതുപരീക്ഷയുടെ യാതൊരു വക മാനദണ്ഡങ്ങളും പാലിക്കാതെയല്ലേ വന്നിട്ടുള്ളത്. ശമ്പളം കൂട്ടിക്കൊടുക്കേണ്ടത് അത്തരം ആൾക്കാർക്കാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മന്ത്രി ആകേണ്ടതിന് ചില മാനദണ്ഡങ്ങളൊക്കെ വെക്കണം. ഈ വക പൊട്ടത്തരം വിളിച്ചു പറയുന്നവരെയൊന്നും മന്ത്രി ആക്കാൻ പറ്റില്ല. ഇവിടെ നിരന്തരമായ നിരാസങ്ങളും നീതിനിഷേധങ്ങളും അനുഭവിച്ചു വന്നവരാണ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത്. അവരുടെ കുറ്റകൃത്യത്തെ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അവർ അത് ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ അപഗ്രഥിക്കാത്തത് എന്താണ്? ഇവിടെ ഒരു മന്ത്രിയുടെ മകൻ മന്ത്രിയാകുന്നു, ഒരു സിനിമാക്കാരൻ്റെ മകൻ സിനിമാക്കാരനാകുന്നു. അതേസമയം ഈ കടക്കണിയിൽ പെട്ട് വിദേശത്ത് കുരുങ്ങിക്കിടക്കുന്ന അച്ഛൻ്റെ മകൻ കൊലപാതകിയാവുന്നു. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സംഗതികൾ ഭരണകൂടം ഉറപ്പുവരുത്തുന്നില്ല എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ജനാധിപത്യത്തിലെ അപ്പോൾ ഒരു ഇക്വാളിറ്റി പറയുന്നുണ്ട്, സോഷ്യലിസം പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഉറപ്പുവരുത്താത്തത് കൊണ്ടാണല്ലോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതെന്താ മന്ത്രി മറക്കുന്നത്? പിന്നെ അവർ പറയുന്നു ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ പോരാടും എന്നുള്ളത്. ജനങ്ങളെ എല്ലാം ജനങ്ങൾക്ക് അവയർനെസ്സാണ് കൊടുക്കാൻ പാടുള്ളൂ. ജനങ്ങളെ എല്ലാം സംഘടിപ്പിക്കേണ്ടത്. അത് സംഘടിപ്പിച്ചാൽ വളരെയധികം വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. പരിശീലനം സിദ്ധിച്ച സോഷ്യൽ വർക്കേഴ്സിനെ സമൂഹത്തിൽ ഇടപെടാൻ അനുവദിച്ചുകൊണ്ടാണ് അത് വൈപ്പ് ഓഫ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം എൻ്റെ 2 വിദ്യാർത്ഥികൾ എന്നെ വിളിച്ചു. 2 വിദ്യാർത്ഥികളിൽ ഒരുവൻ എന്നെ വിളിച്ചു. ഒരുവൻ ക്രോണിക് ഡിപ്രഷൻ ഉണ്ടായി. ക്രോണിക് ഡിപ്രഷനിൽ ഈ ലഹരിയൊക്കെ അവലംബിക്കുന്നതിൻ്റെ
റൂട്ട് കോസ് എന്താ? കുട്ടികളിൽ ഇൻറ്റേർണലായിട്ടുള്ളതുണ്ടാവും, അവരുടെ വീട്ടിൻ്റെ ഉള്ളിലെ ഫിനാൻഷ്യലായിട്ടുള്ള ടേമോയിൽസ്, ബ്രോക്കൺ ഹോംസിൻ്റെ ടേമോയിൽ, അതൊക്കെയാണ് കുഞ്ഞുങ്ങളെ ലഹരിയിൽ കൊണ്ടെത്തിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വിഷാദം മൂർച്ഛിക്കുമ്പോഴാണ് അവർ ലഹരിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിധേന അവർ വളരുന്ന എൻവയോൺമെൻറ്റ് അവരുടെ വളർച്ചയ്ക്ക് കൊണ്ട്യൂസീവ് ആണെങ്കിൽ അവരൊരിക്കലും ലഹരിയിൽ അഭയം ഇല്ലായിരുന്നു. പക്ഷെ അവർ കണ്ടെത്തിക്കഴിഞ്ഞു. എന്തൊക്കെയോ നിയോഗം കൊണ്ട് അതിൽ നിന്നൊക്കെ ഊരിപ്പോന്നു. അവർ നോർമലായിട്ടുള്ള ജീവിതം, ഒരു സാധാരണ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു. രണ്ടും മഹാപ്രതിഭകളാണ്, അത്ഭുത പ്രതിഭകളാണ്. ഒരുപക്ഷെ നിങ്ങൾ നാളെ അവരെക്കുറിച്ച് അറിയാൻ ഇടയുണ്ടാവും. അപ്പോൾ അവർ രണ്ടുപേരും ഈ ഡിപ്രഷൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ പാനിക് അറ്റാക്ക് ഇടയ്ക്ക് ഉണ്ടാവും. എത്ര കണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്താലും ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമ അവരെ ഹോണ്ട് ചെയ്യുമ്പോൾ പുറത്ത് കിടന്നാലും 2-3 ദിവസം ചിലപ്പോൾ ഈ പാനിക് അറ്റാക്കിൽ കുടുങ്ങിക്കിടക്കും. അവർ ബാറ്റിൽ ചെയ്യുന്നത് അവരോട് തന്നെയാണ്, അവരുടെ ഡിപ്രഷനോട് തന്നെയാണ്. ആ ബാറ്റിൽ ചെയ്യുന്നൊരു പ്രൊസീജിയർ അവർ മരണം വരെ തുറന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഡിപ്രഷൻ വീണ്ടും വരുന്നു എന്ന് അറിയുമ്പോൾ കഴിവുള്ള കുട്ടികളായതുകൊണ്ട് ഗിറ്റാറുമായി ഒരു മനോഹരമായ ഒരു സീനിക് ബ്യൂട്ടിയുള്ള ഒരു സ്ഥലത്തേക്ക്, ഒരു പാടത്ത് പോയി ഗിറ്റാർ വായിച്ചിരുന്ന് അവർക്ക് ഡിപ്രഷൻ മാറാം എന്നുള്ള രീതിയിൽ അവർ പോവുകയാണ് ഉണ്ടായത്. അവിടെ ചെന്നപ്പോൾ 2 ആൾക്കാർ, ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ജനങ്ങളെ ഏൽപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. 2 ആൾക്കാർ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞങ്ങൾക്ക് ഇൻഫോമേഴ്സ് വഴി ഇവിടെ വിവരം കിട്ടി, നിങ്ങൾ ലഹരി ഇവിടെ ഇരുന്ന് ഉപയോഗിക്കുന്നു, ലഹരി കയ്യിൽ വെച്ചിട്ടുള്ള ആൾക്കാരാണെന്ന്. വളരെ ലോ സെൽഫ് എസ്റ്റീമായ കുട്ടികളായിരിക്കാം. ഒരുവിധം രക്ഷപ്പെട്ട് അവർ ഭൂമിയിലേക്ക് ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് അവരെ ഒന്നും കൂടിയും തളർത്താനാണ് ഇത്ര ആൾക്കാർ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മഫ്തിയിലാണ്, പോലീസാണ് എന്ന് പറഞ്ഞു. ഈ കുഞ്ഞുങ്ങൾ പാവങ്ങൾ അവരുടെ ബാഗൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. മെച്ചുവേർഡ് പീപ്പിളാണ്, എനിക്ക് കുഞ്ഞുങ്ങളാണ് എല്ലാവരും. അപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഒരുവനും പറയുന്നു, ഞങ്ങളതൊന്നുമല്ല, ഞങ്ങൾ പാട്ട് പാടുന്ന ഇത്ര കുറ്റമാണോ? ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഗിറ്റാർ വെച്ച് പാടുകയാണ്, അത് ഇത്ര വലിയ കുറ്റമാണോ? രണ്ടുപേരും കലാകാരന്മാരാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള കലകളാണ് അവരുടെ. അപ്പോൾ അത് ഇത്ര വലിയ കുറ്റമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നീ കുഴപ്പക്കാരനല്ല, പക്ഷേ ഇവൻ കുഴപ്പക്കാരനാണ്. എന്താടാ നിൻ്റെ കയ്യിലൊക്കെ നിറച്ച് വര, നീ എന്തായാലും നീ അടിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് അവനെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് ഹറാസ് ചെയ്ത് അവൻ്റെ ബാഗൊക്കെ സെർച്ച് ചെയ്യുക. ഇതിനാരും ഇവർക്ക് അനുവാദം കൊടുത്തു എന്നൊന്നും എനിക്കറിയില്ല. ഇവർ പാവങ്ങൾ, കുട്ടികൾ പാവങ്ങൾ, വിവരമില്ലാത്തവരൊന്നല്ല, നല്ല വിവരവും നല്ല പദവിയിലൊക്കെ ഇരിക്കും. പക്ഷെ അവർ ചില സമയത്ത് ഇമ്പാരസ്ഡ് ആവാണ്, പാനിക് ആകുമ്പോൾ തിരിച്ചൊന്നും കഴിയാതെ. കുറച്ച് പാവങ്ങളും ആകുമ്പോൾ അങ്ങനെയാണല്ലോ. ഈ തിണ്ണമെടുക്കൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇവർ പറയുമ്പോൾ ഇത് തുറന്നു കൊടുക്കുകയൊക്കെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, നിങ്ങൾ ഇത്രയും പ്രതിഭകളായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അയാളുടെ ID ചോദിച്ചില്ല? നിങ്ങളെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണ് അയാൾക്ക് അനുവാദം കൊടുത്തതെന്ന് നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അയ്യോ സോറി, ഞങ്ങളതങ്ങ് മറന്നുപോയി, പെട്ടെന്ന് ഞങ്ങളെ നാണക്കേട് കൊണ്ട് ഞങ്ങളങ്ങോട്ട് മറന്നുപോയി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ID കൊടുക്കുക, നിങ്ങൾ ആരാന്ന് തിരിച്ച് അവരുടെ ID ആവശ്യപ്പെടുക. ID ചോദിച്ചിട്ട് പറയാം, സെർച്ച് ചെയ്തോളാം. അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലെ ഇതിവിടെ 144 പാസ്സാക്കിയിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് പാടത്ത് പോയിരിക്കാനും പുഴയോരത്ത് പോയിരിക്കാനും ഒക്കെ നമുക്ക് അവകാശമുള്ള നാട്ടിലെ നമ്മളെന്തിനാണ് നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ ഒരു മഫ്തിയിൽ വന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ തുറന്നു വെച്ച് കൊടുക്കേണ്ട ആവശ്യം? പറ്റിപ്പോയി. അത് കഴിഞ്ഞ് അതിലൊരുത്തം പറയാണ്, ഞാനിനി പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ആളുകൾ എന്ത് മോശമായിട്ടാണ് കാണുന്നത്. ആ കുട്ടി ഒരു ബ്രോക്കൺ ഹോമിൻ്റെ വിക്റ്റിമാണ്. അതിൻ്റെ അച്ഛനാണ് ലഹരി എടുത്തിട്ടുള്ളത്. അച്ഛൻ ലഹരി എടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ സ്വാസ്ഥ്യം മുഴുവൻ നഷ്ടപ്പെടുത്തി ആ അമ്മേനെ ഇട്ടിട്ട് അടിച്ചിട്ടും ചവിട്ടിയിട്ടും അത് കണ്ട ആ കുട്ടികൾ പാനിക്കായിട്ടുള്ളതാണ്. അന്ന് ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ. ആ വഴിക്ക് ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ കുഞ്ഞുങ്ങളെ എന്നെ വിളിച്ച് കരയുമ്പോൾ ഞാനാണെന്ന് പോയിട്ട് പറയുക, ഒന്ന് നിർത്തുമെന്ന്. അവിടെ ചുറ്റുവട്ടിരിക്കുന്ന ആൾക്കാർ അവരെ കൊന്നിട്ടാൽ പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കില്ല. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഇപ്പോൾ മന്ത്രി ഏൽപ്പിക്കുന്നത് ആളുകളെ. ഇത് കിട്ടുകയാണെങ്കിൽ ഇവരിട്ട് കൈകാര്യം ചെയ്യും.
എന്താ അത് ഏതാണെന്ന് അറിയാൻ. ഒരു മനുഷ്യരെ ചീത്തയാക്കാനും മോശക്കാരനാക്കാനും എളുപ്പം കഴിയും മന്ത്രിയുടെ നിയമം റിജിഡാക്കുക. അല്ലാതെ മന്ത്രി ഈ വക പൊട്ടത്തരം പറയുകയല്ല ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു ഇനി പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് നമുക്ക് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല. ലെറ്റ് ദ ഡോഗ്സ് ബാക്ക്, ഡു നോട്ട് ടേൺ ബാക്ക്. നമ്മൾ ഇനിയും പോവുക. നാളെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ നിങ്ങളോട് പെരുമാറിയതിനെക്കുറിച്ച് ഓർത്ത് അവർ ലജ്ജിക്കും. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്തൊരു ലോകമാണിത്! ഈ മനുഷ്യരെ നന്നായി ജീവിക്കാനും അനുവദിക്കില്ല. ഒരു വാക്ക് മതിയല്ലോ ആൾക്കാരുടെ മനസ്സ് ശിഥിലമാക്കാൻ. ഒരു ആർദ്രതയില്ലല്ലോ. ഇതാണോ, ഇങ്ങനെയാണോ ഒരു ഭരണ സംവിധാനം ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ ഒരു മന്ത്രി പറയേണ്ടത്? അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സോഷ്യൽ റിസർച്ചസ് നടത്തും, ഞങ്ങൾ വേണ്ടത് അതൊക്കെ അതിനനുസരിച്ച് ചെയ്യുമെന്ന് പറയേണ്ട മന്ത്രി ഈ ജനങ്ങളെ ഏകോപിപ്പിക്കണം, സംഘടിപ്പിക്കുകയല്ല വേണ്ടത്. ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കി കൊടുക്കുക. കുഞ്ഞുങ്ങളെ 10 A+ഉം 11 A+ഉം അല്ല നമ്മുടെ ലക്ഷ്യം. നല്ല മനുഷ്യനായി വളരേണ്ടതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് അനാവശ്യ സമ്മർദ്ദങ്ങൾ കൊടുക്കാതിരിക്കുക. കുഞ്ഞുങ്ങളിൽ ലളിത ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. അതിന് മന്ത്രിമാരെന്നെ മാതൃകയാവുക. അല്ലാണ്ട് ക്രിമിനൽസിന് ഒത്താശ ചെയ്തു കൊടുക്കുകയല്ല വേണ്ടത്. അത് വല്ലാതെ എന്നെ വേദനിപ്പിച്ചു 2 ഇൻസിഡൻസ്. അതുകൊണ്ടാണ് ഇപ്പം ഒന്ന് പറയാമെന്ന് വെച്ചത്. നന്ദി, നമസ്കാരം.